ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമയുടെ നിലവിലെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത എമ്പുരാൻ ആദ്യമായിട്ട് ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ഒരുങ്ങുന്നു. ലാലേട്ടൻ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ നാളെ ചിങ്ങം 1 ഓഗസ്റ്റ് 17 വൈകിട്ട് 5:30 ഏഷ്യാനെറ്റ് ചാനലിൽ ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്യുന്നത്. കാത്തിരിക്കാം സിനിമയുടെ ടെലിവിഷൻ പ്രീമിയറിനായിട്ട്. ഒപ്പം തന്നെ TRP അപ്ഡേറ്റുകൾ കേട്ടാം. നാളെ ചിങ്ങം 1 ഒരുപാട് മലയാളം സിനിമകളുടെ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ സാമ്രാജ്യം നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു വൻ അപ്ഡേറ്റ് നാളെ വരുന്നുണ്ട് എന്നൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നാളെ രാവിലെ 11:11 വരാനിരിക്കുന്ന അപ്ഡേറ്റ് മമ്മൂട്ടിയുടെ സാമ്രാജ്യം റിലീസ് അപ്ഡേറ്റ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സാമ്രാജ്യം റിലീസ് ചെയ്താൽ തിയേറ്ററുകളിലെ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായങ്ങൾ പറയൂ. ആസിഫ് അലിയെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മിറാഷിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. അതുപ്രകാരം നാളെ ചിങ്ങം 1 സിനിമയുടെ ടീസർ റിലീസ് ചെയ്യുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. കാത്തിരിക്കാം സിനിമയുടെ ആദ്യ വീഡിയോ കണ്ടന്റ് കാണുവാനായിട്ട്. സെപ്റ്റംബറോടെ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നു. ഓടും കുതിര ചാടും കുതിര ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമകളിൽ ഒന്നാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ഓഫ്ലൈൻ പ്രൊമോഷനുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സിനിമയുടെ അഭിമുഖങ്ങളെല്ലാം തന്നെ ആരംഭിക്കപ്പെട്ടിരിക്കുന്നു. ഫഹദ് ഉൾപ്പെടെ സിനിമയുടെ അഭിമുഖങ്ങളിൽ സന്നിഹിതനാണ്. ഈ സിനിമയോടൊപ്പം ക്ലാഷ് റിലീസിനെത്തുന്ന മറ്റൊരു മലയാളം സിനിമ നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വമാണല്ലോ. ഇന്ന് സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ ആദ്യ ഗാനം റിലീസായിരിക്കുന്നു. വെൺമതി എന്ന ഗാനമാണ് റിലീസായിരിക്കുന്നത്. യൂട്യൂബിൽ നിലവിൽ ഗാനം ലഭ്യമാക്കിയിട്ടില്ല. സ്പോട്ടിഫൈ ആപ്പിൽ ഗാനം കേൾക്കാം. സിദ് ശ്രീറാമിൻ്റെ നല്ലൊരു ഗാനം തന്നെ വന്നിരിക്കുന്നു. യൂട്യൂബിൽ ഉടനെ തന്നെ റിലീസാക്കുമെന്നാണ് ആശീർവാദ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി 12 ദിവസങ്ങൾ മാത്രം ബാക്കി അടുത്ത ലാലേട്ടൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട്. സൂര്യ നായകനായി എത്തുന്ന അടുത്ത തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണല്ലോ കറുപ്പ്. RJ ബാലാജി സംവിധാനം ചെയ്യുന്ന ഈ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ നേരത്തെ ഒരു സമയം ഈ വർഷം ദിവാലി റിലീസായിട്ട് ഫെസ്റ്റിവൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായത്. എന്നാൽ ഇപ്പോഴത്തെ അടുത്ത വർഷം പൊങ്കൽ റിലീസിലേക്ക് സിനിമയുടെ റിലീസ് മാറ്റിയെന്ന് അറിയാനായിട്ട് കഴിയുന്നു. ഇതോടെ വിജയ് വസീസ് സൂര്യ ക്ലാഷ് ആയിരിക്കും അടുത്ത വർഷം പൊങ്കലിൽ നാം കാണാനായിട്ടൊരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തളപതി വിജയുടെ അവസാന സിനിമ ജനനായകൻ നേരത്തെ തന്നെ അടുത്ത വർഷം പൊങ്കൽ റിലീസായിട്ട് ജനുവരിയിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ച സിനിമയാണ്. ഇപ്പോഴത്തെ ഈ ചിത്രത്തോടൊപ്പമാണ് സൂര്യ സിനിമയുടെ ക്ലാഷ് റിലീസ്. ഒഫീഷ്യൽ പ്രഖ്യാപനം കൂടി വന്നാൽ, കറുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാൽ ഉറപ്പായിട്ടും ഒരു വൻ ക്ലാഷ് തന്നെ നമുക്ക് തിയേറ്ററുകളിൽ കാണുവാനായിട്ട് കാത്തിരിക്കാം.